OR കേളു അല്പസമയത്തിനകം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ മന്ത്രിയായിട്ടാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുക. രാജ്ഭവനിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹത്തിൻ്റെ കുടുംബവും പാർട്ടി നേതാക്കളും ഒക്കെ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ വിജിൻ വായന്തോടുണ്ട്. വിജിൻ, അവസാന ഘട്ടത്തിൽ അതിൻ്റെ ഒരുക്കങ്ങൾ ഏത് ഘട്ടത്തിൽ നിൽക്കുന്നു? അതോടൊപ്പം തന്നെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ബിനു, രാജ്ഭവനകത്ത് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. ഞാനിപ്പോൾ നിൽക്കുന്നത് രാജ്ഭവന് പുറത്താണ്. ഇവിടത്തേക്ക് അതിഥികളായിട്ടുള്ള ആളുകൾ ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഗേറ്റിനകത്തേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം OR കേളുവും അതുപോലെ തന്നെ മറ്റ് വിശിഷ്ടാതിഥികളും മുഖ്യമന്ത്രിയും മന്ത്രിമാരും കക്ഷി നേതാക്കളും ഒപ്പം തന്നെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ എത്തും. 4 മണിക്ക് തന്നെ സത്യപ്രതിജ്ഞ ആരംഭിക്കും. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. അതിനുശേഷം ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഗവർണറുടെ വിരുന്നുണ്ടാകും. ആ വിരുന്നു കൂടി കഴിഞ്ഞാണ് OR കേളു ഇവിടുന്ന് പുറത്തേക്കിറങ്ങുകയും തുടർന്ന് സെക്രട്ടേറിയറ്റിലെത്തി മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്യുക. എന്തായാലും മാനന്തവാടിയിൽ നിന്ന് 2 തവണ വിജയിച്ച് MLA ആയി നിയമസഭയിലെത്തിയ OR കേളു ആദ്യമായാണ് CPIM-ൻ്റെ ഒരു പ്രതിനിധിയായി വയനാട്ടിൽ നിന്ന് മന്ത്രിയാകുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഈ SC/ST വിഭാഗത്തിൽ നിന്നുള്ള സംവരണ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് SC/ST വിഭാഗത്തിൻ്റെ മന്ത്രിയായി മാറാൻ പോകുന്നു അല്പസമയത്തിനകം OR കേളു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെയൊക്കെ നമ്മളോട് സംസാരിച്ചപ്പോഴും OR കേളു വ്യക്തമാക്കിയത് വയനാടിൻ്റെ പ്രത്യേക പുരോഗതിക്കും ഒപ്പം തന്നെ ഈ പട്ടികവർഗ പട്ടികജാതി വിഭാഗത്തിൻ്റെ പുരോഗതിക്കും ഉന്നമനത്തിനുമായി പ്രവർത്തിക്കും എന്നുള്ളതാണ്. നമുക്ക് ഒരുപക്ഷെ ഈ രാജ്ഭവൻ്റെ വാതിൽക്കൽ കാണാം. ഇങ്ങോട്ട് ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം പൂർണ്ണമായും ഏകദേശം 3:30 ഒക്കെ പൂർണ്ണമായും വിശിഷ്ടാതിഥികളും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഇവിടത്തേക്ക് എത്തും. അതിനുശേഷം ആണ് 4 മണിയോടുകൂടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വയനാട്ടിൽ നിന്നുള്ള ആദ്യ CPIM-ൻ്റെ ഒരു മന്ത്രി എന്ന നിലയിലും ഒപ്പം തന്നെ വയനാട്ടിലെ വന്യജീവി പ്രശ്നങ്ങൾ ഒപ്പം യാത്രാ പ്രശ്നങ്ങൾ ഒക്കെ പരിഹരിക്കാൻ ഒരു പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഒരു ജില്ല എന്നുള്ള നിലയിൽ അവർക്ക് പ്രത്യേകമായ ഒരു മന്ത്രി വരുന്നു. OR കേളിലൂടെ അത് സാധ്യമാകുന്നു എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ CPM പ്രവർത്തകരും ഒപ്പം തന്നെ LDF പ്രവർത്തകരും നാട്ടുകാരുമൊക്കെ വലിയ ആവേശത്തിൽ ഈ മന്ത്രിസ്ഥാനത്തെ കാണുന്നത്. ഇവിടെ സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്ത് തന്നെ വയനാട്ടിലും സമാനമായ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ ഉണ്ട്, പ്രത്യേകിച്ച് മാനന്തവാടിയിൽ ഉൾപ്പെടെ. എന്തായാലും വലിയ പ്രശ്നങ്ങൾ ഈ വന്യജീവി മേഖലകളിൽ നടക്കുന്ന ഒരു സാഹചര്യമാണ്. വന്യജീവികൾ കൂടുതലായി കാടിറങ്ങി നാട്ടിലേക്ക് എന്ന സാഹചര്യം, ഏറ്റവും അവസാനം അവിടെ ഒരു പുലി ആക്രമണം നടക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പല പ്രശ്നങ്ങൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അങ്ങനെ വയനാടിൻ്റെ പ്രത്യേകമായ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും എന്നാണ് OR കേളു വ്യക്തമാക്കിയത്. തൻ്റെ ആത്മാർത്ഥമായ പ്രയത്നം അതിനായി ഉണ്ടാകും എന്ന കാര്യവും വ്യക്തമാക്കുന്നു. എന്തായാലും ആദ്യഘട്ടം മുതൽ പഞ്ചായത്ത് അംഗമായി ഒപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റായി അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായി ഒക്കെ പ്രവർത്തിച്ച് ഏറ്റവും അടുത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന ഒരു നേതാവിനെയാണ് CPM ഇപ്പോൾ K രാധാകൃഷ്ണൻ്റെ പിൻഗാമിയായി പകരക്കാരനായി മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തിനകം അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയായി അധികാരം ഏറ്റെടുക്കുകയും ചെയ്യും. ബിനു, വിജിനോടൊപ്പം രാവിലെ അദ്ദേഹം സംസാരിച്ചപ്പോൾ പ്രധാനമായും ഈ വന്യമൃഗ ശല്യവും മെച്ചപ്പെട്ട ചികിത്സയ്ക്ക് സർക്കാർ ആതുരാലയമില്ലാത്തതും അതുപോലെ തന്നെ ഈ ചുരത്തിലെ ഗതാഗത തടസ്സവും രാത്രി യാത്രാ നിയന്ത്രണവും ഒക്കെ അഭിമുഖീകരിക്കുന്നുണ്ട് വയനാട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലൊക്കെ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയും എന്ന് ഉള്ളൊരാശ്വാസത്തിൽ തന്നെയാണ് നാട്ടുകാരുമുള്ളത്. വളരെ ജനസ്വീകാര്യനായ, എല്ലാവർക്കും സ്വീകാര്യനായ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ വലിയ നാട്ടിൽ നിന്നടക്കം ധാരാളം പേർ അവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കൂടി. പിന്നെ തീർച്ചയായും ഇന്നലെ രാത്രി തന്നെ വയനാട്ടിൽ നിന്നും മാനന്തവാടിയിൽ നിന്നുമുള്ള നാട്ടുകാരും ഒപ്പം തന്നെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 200ഓളം പേർ ഈ നാട്ടിൽ നിന്ന് എത്തിയിട്ടുണ്ട് എന്നാണ് OR കേളു തന്നെ രാവിലെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ OR കേളുവിൻ്റെ വാഹനമാണ് എന്ന് തോന്നുന്നു ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യപ്രതിജ്ഞയ്ക്കായി OR കേളു ഇപ്പോൾ രാജ്ഭവന് അകത്തേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം മന്ത്രിമാർ, മുഖ്യമന്ത്രി ഒപ്പം തന്നെ കക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ എത്തും. MV ഗോവിന്ദൻ മാസ്റ്ററേയും അതുപോലെ തന്നെ ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിയും ഒക്കെ ഉച്ചയ്ക്ക് തന്നെ സന്ദർശിച്ചിരുന്നു. അതിനുശേഷമാണ് MLA ഹോസ്റ്റലിലെ ഫ്ലാറ്റിൽ നിന്നും ഇപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് രാജ്ഭവനിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. 3:15 കഴിഞ്ഞിരിക്കുന്നു സമയം. കൃത്യം 4 മണിക്ക് തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിക്കും. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിമാരും ഉടൻ
എത്തിക്കഴിഞ്ഞാൽ ചടങ്ങുകളിലേക്ക് കടക്കും. 4 മണിയോട് കൂടി തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യപ്രതിജ്ഞ ചൊല്ലി കൊടുക്കും. അതിനുശേഷം ഗവർണറുടെ പ്രത്യേക വിരുന്നിൽ കൂടി പങ്കെടുത്ത ശേഷമാകും സെക്രട്ടേറിയറ്റിലേക്ക് OR കേളു മന്ത്രിയായി അധികാരം ഏറ്റെടുക്കാനായി എത്തുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് പഞ്ചായത്ത് അംഗമായി ഒപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റായി കാലങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ അനുഭവ സമ്പത്ത്, ഒപ്പം ഈ നക്സൽ ബാധിത മേഖലകളിൽ മാവോയിസ്റ്റ് മേഖലകളിൽ ഒക്കെ പ്രവർത്തിച്ചതിൻ്റെ അനുഭവ പാരമ്പര്യം, ഒപ്പം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെയാണ് ജയലക്ഷ്മിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മാനന്തവാടിയിൽ നിന്നും അദ്ദേഹം ആദ്യമായി നിയമസഭയിലെത്തുന്നത്. തുടർന്ന് തൊട്ടടുത്ത ടേമിലും അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിച്ച് MLA ആകുന്നു. അതിനുശേഷമാണ് LDF സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ 3 വർഷം തികഞ്ഞതിന് ശേഷം കെ രാധാകൃഷ്ണൻ MP ആയി ആലത്തൂരിൽ നിന്നും വിജയിച്ചതിന് ശേഷം ഇപ്പോൾ ഇദ്ദേഹത്തിന് OR കേളുവിന് മന്ത്രിസ്ഥാനത്തേക്ക് CPM കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ നടന്ന 5 ദിവസമായി നടന്ന സെക്രട്ടേറിയറ്റ് യോഗവും അതിനുശേഷം നടന്ന സംസ്ഥാന കമ്മിറ്റി യോഗവുമാണ് അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ തീരുമാനിച്ചത്. അതിനുശേഷമാണ് അത്തരത്തിൽ വർഗ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ നൽകി, പട്ടികജാതി പട്ടികവർഗ വകുപ്പുകൾ ഉൾപ്പെടെ നൽകി അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനം ഉണ്ടാകുന്നത്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം സത്യപ്രതിജ്ഞാ ചടങ്ങുകളിലേക്ക് കടക്കാനായി രാജ്ഭവനകത്തേക്ക് എത്തിയിരിക്കുന്നു. ബിനു, വിജിൻ, വയനാട് ജില്ലയ്ക്ക് ആദ്യമായാണ് പിണറായി മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ലഭിക്കുന്നത്. ഒന്നാം പിണറായി മന്ത്രിസഭയിലും വയനാട്ടിൽ നിന്ന് മന്ത്രിമാർ ഉണ്ടായിരുന്നില്ല. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ മന്ത്രിയാക്കുന്നതിലൂടെ ആദിവാസി ക്ഷേമത്തിനും അവരുടെ ഉന്നമനത്തിനുമായി പ്രവർത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജയലക്ഷ്മിക്ക് ശേഷം ഇത്തരത്തിൽ ആദിവാസി വിഭാഗത്തിൽ നിന്ന് സംസ്ഥാന മന്ത്രിസഭയിലേക്ക് എത്തുന്ന മന്ത്രി എന്നുള്ള ഒരു പ്രത്യേകത കൂടി കേളുവിനുണ്ട്. വയനാട് ജില്ലയിൽ നിന്നും CPM സംസ്ഥാന സമിതിയിലെത്തിയ ആദ്യ പട്ടികവർഗ നേതാവ് കൂടിയാണ് OR കേളു. അത്തരത്തിൽ ഒട്ടേറെ പ്രത്യേകതകൾ നിറഞ്ഞു നിൽപ്പുണ്ട്. ഏതായാലും സത്യപ്രതിജ്ഞയ്ക്കുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകൾ ആയിരിക്കുകയാണ്. 4 മണിക്ക് തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കും. മറ്റ് ആരൊക്കെയാകും പങ്കെടുക്കുക, മറ്റു വിശദാംശങ്ങൾ? വിനു, തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതുപോലെ തന്നെയാണ് പട്ടികജാതി പട്ടികവർഗത്തിന് പ്രത്യേകമായി ഒരു മന്ത്രിസഭയിൽ ഒരു അംഗം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ മറ്റൊരു കാര്യം എടുത്തു കാണേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് അതിദാരിദ്ര്യം തുടച്ചു നീക്കുക എന്നാണ്. അടുത്ത വർഷം, അതായത് 2025 നവംബർ 1 കേരളപ്പിറവി ദിനത്തോടുകൂടി പൂർണ്ണമായും അതിദരിദ്രരില്ലാത്ത കേരളമാക്കി പ്രഖ്യാപിക്കാൻ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ വയനാട് മേഖലയിലാണ് പട്ടികവർഗ മേഖലകളിൽ ഈ അതിദരിദ്രരായിട്ടുള്ള ആളുകൾ, ആദിവാസികളൊപ്പം തന്നെ ഗോത്രവർഗത്തിൽപ്പെട്ടവരൊക്കെ താമസിക്കുന്നത്. അവരുടെ പൂർണ്ണമായിട്ടുള്ള അതിദാരിദ്ര്യം തുടച്ചു നീക്കാൻ ഉൾപ്പെടെ ഇത്തരത്തിൽ OR കേളുവിൻ്റെ ഒരു മന്ത്രിസ്ഥാനത്തിലൂടെ കഴിയും എന്ന പ്രതീക്ഷയാണ് നിലവിൽ ഉള്ളത്. എന്തായാലും വയനാടിൻ്റെ പ്രത്യേകമായ ചില പ്രശ്നങ്ങൾ ഒക്കെ പരിഹരിക്കാൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വന്യജീവി പ്രശ്നമുണ്ട്. അത് നാട്ടിലേക്ക് എത്തി തുടർച്ചയായി ഈ വളർത്തുമൃഗങ്ങളെയും അതുപോലെ തന്നെ മനുഷ്യരെയും ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഒക്കെയുണ്ട്. ഇതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം കാണാനാണ് കഴിയും എന്ന പ്രതീക്ഷയാണ് OR കേളു രാവിലെ നമ്മളോടൊക്കെ പങ്കുവെച്ചത്. എന്തായാലും വയനാട്ടിലെ പ്രത്യേകമായ യാത്രാ പ്രശ്നങ്ങളിൽ ഉൾപ്പെടെ ഇടപെട്ട് വയനാടിൻ്റെ ഒരു പ്രത്യേക താല്പര്യത്തിൽ പ്രവർത്തിക്കും. ഒപ്പം തന്നെ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗത്തിനായുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും. ആത്മാർത്ഥമായ പ്രവർത്തനം ഉണ്ടാകും എന്ന ശുഭ പ്രതീക്ഷയും അവരുടെ കൂടെ നിന്ന് അവർക്ക് പൂർണ്ണമായും സഹായം എത്തിക്കാൻ, അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയുമാണ് OR കേളു രാവിലെ നമ്മളോട് സംസാരിച്ചപ്പോൾ പങ്കുവച്ചിരുന്നത്. അതുതന്നെയാകും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നും മനസ്സിലാക്കുന്നു. അങ്ങനെ അടിത്തട്ടിൽ നിന്ന് ഏറ്റവും സാധാരണക്കാരായി കൂലിത്തൊഴിലാളിയായി ഒക്കെ വളർന്നു വന്നതാണ്. കുടുംബാംഗങ്ങൾ ഒക്കെ ഇത്തരത്തിൽ വയനാട്ടിലെ ആദിവാസി മേഖലകളിലും ഒപ്പം തന്നെ കർഷകരും അതുപോലെ തന്നെ കൂലിപ്പണിക്കാരും ഒക്കെയായി ജീവിതം നയിക്കുന്നവരാണ്. മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. വിശദാംശങ്ങളാണ് വിജിൻ വായനോട് നൽകിക്കൊണ്ടിരുന്നത്.